Good morning. Yes, അപ്പൊ നമുക്ക് ഇന്ന് തേർഡ് മൊഡ്യൂളിലെ 3 ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ദ ഹോസ്പിറ്റൽ, രണ്ടാമത്തെ മെറ്റീരിയൽസ് മാനേജ്മെന്റ്, മൂന്നാമത്തെ ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അങ്ങനെ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ തേർഡ് മൊഡ്യൂളിൽ എടുത്തേക്കുന്നത്. അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് റിവിഷൻ ചെയ്യാം കേട്ടോ. നമുക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. ഷെയർ ചെയ്തിട്ട് എട്ടാമത്തെ ചാപ്റ്റർ അല്ലേ? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി. നിങ്ങളുടെ ടെക്സ്റ്റില് പേജ് നമ്പർ എത്രയാണ് എടുക്കുന്നത്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയില്, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽസ് 73 അല്ലെ? അപ്പോട്ടെ 73 ആണ്. അല്ല, എട്ടാമത്തെ ചാപ്റ്റർ. ഓക്കെ, നമ്മുടെ ഇവിടെ ഞാൻ ഷെയർ ചെയ്തേക്കുന്നത് 87 ആണ് കേട്ടോ. 87. അപ്പൊ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഇൻ ഹോസ്പിറ്റൽ. To prevent falls from bed, what should be used on both the sides of the bed? എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? ടു പ്രിവെന്റ് fall from bed, ബെഡിന്ന് താഴെ വീഴാതെ എന്തൊക്കെ? വാട്ട് ഷുഡ് ബി യൂസ്ഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദ ബെഡ്. ബെഡിന്റെ രണ്ട് വശങ്ങളിലും എന്ത് വെക്കണം എന്നാ പറഞ്ഞേക്കണേ? ഓപ്ഷൻ എയില് പില്ലോസ്, ഓപ്ഷൻ ബിയില് ബെഡ് റെയിൽസ്, ഓപ്ഷൻ സിയില് വാർണിംഗ് സൈൻസ്, ഓപ്ഷൻ ഡിയില് പേഷ്യന്റ് ഫാമിലി മെമ്പേഴ്സ്. നമ്മള് സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റിയിൽ എന്താ പറഞ്ഞേ? ബെഡിൽ നിന്ന് വീഴാതെ പേഷ്യന്റ് സേഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ബെഡിൽ നിന്ന് പേഷ്യൻസ് വീഴാതിരിക്കാൻ ബെഡ് സൈഡിന്റെ രണ്ട് വശങ്ങളിൽ എന്ത് വെക്കണം? ഏതാ ഓപ്ഷൻ? ഏതാ ആൻസർ? ഏതാ? ബെഡ് റെയിൽസ് അല്ലെ? ബെഡിന്റെ വശങ്ങളിൽ കൈപ്പിടികൾ വെക്കണം എന്ന് പറഞ്ഞു. ഓപ്ഷൻ എയില് പില്ലോ, ഓപ്ഷൻ ബിയില് ബെഡ് റെയിൽസ്, ഓപ്ഷൻ സിയില് വാർണിംഗ് സൈൻസ്, ഓപ്ഷൻ ഡിയില് പേഷ്യൻസ് ഫാമിലി മെമ്പേഴ്സ്. ബെഡ് റെയിൽ. Okay, where should the medicine supply be kept? Where should the medicine supply be kept? Medicine supply related to safety and security in the hospital. എവിടെയാണ്? ഗൈഡ് അല്ല. ഇവിടെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓൺലൈൻ. അപ്പൊ ആ ടെക്സ്റ്റ് ഞാൻ എടുത്തോണ്ട് വന്ന ഗൈഡ് അല്ല. നിങ്ങൾ മെയിൻ എക്സാമിന് ഗൈഡിനെ ബേസ് ചെയ്തിട്ട് പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് മൊഡ്യൂൾ എക്സാം അല്ല വരും. അപ്പൊ അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ വേറൊരു ടെക്സ്റ്റ് ഇവിടെ ഇരുന്നതാണ്. ആ ടെക്സ്റ്റിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ എനിക്കുള്ള ഗൈഡ് അല്ല. ഓക്കെ, എന്താണ്? In an
unlocked cabinet in the hallway. Option A കൊടുത്തേക്കണോ? നമ്മൾ മെഡിസിൻസ് എവിടെ സെക്യൂർ ചെയ്ത് വെക്കണം എന്നുള്ളതാണ് പറഞ്ഞേക്കണേ. ഒന്നാമത്തേല് ഓപ്ഷൻ എയില് in an unlocked cabinet in the hallway. Option B at the patient's bedside. Option C locked up. Then option D at the main reception. എവിടെ വെക്കണം എന്ന് പറഞ്ഞേക്കണേ മെഡിസിൻ സപ്ലൈ ഒക്കെ? അൺലോക്ക്ഡ് ക്യാബിനറ്റ് ഇൻ ദ ഹോൾവേ എന്നാണ്. ലോക്ക്ഡ് എന്നല്ല അവിടെ പറഞ്ഞേക്കണേ കേട്ടോ. ഓപ്ഷൻ എയിൽ തന്നേക്കണത് ഇൻ ആൻ അൺലോക്ക്ഡ് ക്യാബിനറ്റ് ഇൻ ദ ഹോൾവേ അതാ പറഞ്ഞേക്കുന്നത്. എവിടെ വെക്കണം എന്നാ പറഞ്ഞേക്കണേ? ഓപ്ഷൻ ഏത് ഓപ്ഷനാണ്? അൺലോക്ക് ചെയ്ത ക്യാബിനറ്റിൽ വെക്കണോ, അതോ പേഷ്യന്റിന്റെ ബെഡ് സൈഡിൽ മെഡിസിൻസ് സൂക്ഷിക്കണോ, ലോക്ക് ചെയ്ത് വെക്കണോ? ഓപ്ഷൻ സിയിൽ ലോക്ക്ഡ് അപ്പ് എന്നാണ്. ഓപ്ഷൻ ഡിയില് അറ്റ് ദ മെയിൻ റിസപ്ഷൻ, മെയിൻ റിസപ്ഷനിൽ സൂക്ഷിക്കണം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. ലോക്ക് ചെയ്യണം എന്നല്ലേ നമ്മൾ പറഞ്ഞത്? മെഡിസിൻ സപ്ലൈ ലോക്ക്ഡ് എന്നല്ലേ പറഞ്ഞത്? പേഷ്യൻസ് ഒക്കെ എടുക്കാത്ത രീതിയിൽ, പ്രത്യേകിച്ച് നമ്മൾ അൺകോൺഷ്യസ് ആയിട്ടുള്ള, നമുക്ക് എന്താ പറയാ, ഓർമ്മയൊക്കെ ഇല്ലാത്ത പേഷ്യൻസ് വേണമെങ്കിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ അവര് കഴിച്ചത് തന്നെ വീണ്ടും കഴിച്ചില്ല എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ലോക്ക് ചെയ്ത് വെക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കണേ കേട്ടോ. What should always be used on stairways and ramps? What should always be used on stairway and ramps? Option A the elevator. Option B air colleges, assistants. Option C handrails. Option D the middle of the staircase. എവിടെ വയ്ക്കണം? എവിടെയായിരിക്കണം? എന്താണ് നമ്മൾ സ്റ്റെയർവേ ആൻഡ് റാംസിൽ നമ്മൾ ആ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നത് എന്താണ്? The elevator. Option B air colleges, assistants. Then option C handrails. Option D middle of the staircase. എന്ത് വെക്കാനാ പറഞ്ഞേക്കണേ? സ്റ്റെയർവേയിൽ എന്ത് വെക്കണം? ഓപ്ഷൻ സി ഹാൻഡ്രെയിൽസ് വെക്കണം എന്നല്ലേ പറഞ്ഞത്? നമ്മൾ സ്റ്റെയർവേയില് കോണിപ്പടിയിലൊക്കെ നമ്മൾ കയറുമ്പോ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും ഹാൻഡ്രെയിൽസ് വെക്കണം എന്നാ പറഞ്ഞേക്കണേ. ഞാൻ ഇതിനുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ തെരഞ്ഞു പിടിച്ച് പറയുന്നതാണ് കേട്ടോ. അതാണ് 1-2 മിനിറ്റ് വായിക്കണം നോക്കിയെടുക്കാൻ. Okay. Before loading or unloading a patient from a wheelchair, what is a crucial safety step? Before loading or unloading a patient from a wheelchair, what is a crucial safety step? Okay, option A locking the wheel brakes. Option B announcing it loudly. Option C removing the footrest. Option D checking the tire pressure. എന്ത് ചെയ്യണം? ഓപ്ഷൻ എ എന്ത് ചെയ്യുന്ന പറഞ്ഞേക്കണേ? ലോക്കിംഗ് ദ വീൽ ബ്രേക്സ്. നമ്മൾ പേഷ്യൻസിനെ ലോഡ് ചെയ്യോ അൺലോഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യണം? സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വീൽ ബ്രേക്കുകൾ ഇടണം. അപ്പൊ അത് അനങ്ങാതെ അവിടെ നിന്നോളും. വീൽ ബ്രേക്കുകൾ ഇടുന്ന വീൽ ചെയറിൽ നമ്മൾ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വീൽ ബ്രേക്സ് ഇടണം. വീൽ ബ്രേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ വീൽ ചെയർ പിന്നെ അനങ്ങൂല അല്ലെ? അപ്പൊ അങ്ങനെ വേണം നമ്മള് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട്. വീൽ ബ്രേക്കുകൾ ഇടണം. What is the purpose of safety belts on structures? What is the purpose of safety belt on structures? എന്താണ് സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള, സ്ട്രക്ചറിൽ സേഫ്റ്റി ബെൽറ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള പർപ്പസ് എന്താണ്? ഓപ്ഷൻ എയില് to keep the blankets in place, to protect the patient from falling. Option C to secure medical equipment for the decoration. Option D decoration. Safety belt എന്താ? Safety belt എന്താ? What is the purpose of safety belt on structures? എന്താ purpose? To protect the patient from falling. അല്ലെ? പേഷ്യൻസ് വീഴാതിരിക്കാൻ വേണ്ടിയല്ലേ? To protect the patients from falling.
Okay. Next. Okay, when going up or down a ramp with a stretcher, where should you control it from? When going up or down a ramp with a stretcher, where should you control it from? എവിടെ നിന്ന് control ചെയ്യണം? Option A, the higher side. Option B, the lower side. Option C, the middle. Option D, the front. എവിടെ നിന്ന് control ചെയ്യണം? The higher side. Option B, the lower side. Option C, the middle side. Then option D, the front. Middle എവിടെന്നാ നമ്മൾ പറഞ്ഞത്? ഏത് സൈഡിൽ നിന്ന് കൺട്രോൾ? ലോവർ സൈഡ് എന്നല്ല പഠിച്ചേ. ലോവർ സൈഡ് എവിടെന്ന് കൺട്രോൾ ചെയ്യണം? ലോവർ സൈഡിൽ നിന്ന്. നിങ്ങൾ പോയിന്റ്സുകൾ വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് പോവാട്ടോ. എവിടെ നിന്ന് കൺട്രോൾ ചെയ്യണം? ലോവർ സൈഡിൽ നിന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കിയതല്ലേ? നമ്മൾ മോക്ക് ടെസ്റ്റുകളിൽ ഇട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഓൾറെഡി ചെയ്ത് നോക്കിയതല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അത് പറയാത്തത്. ഇവിടെ വേറൊരു ടെക്സ്റ്റ് ഇരുന്നതാണ്. അപ്പൊ ആ ടെക്സ്റ്റ് എടുത്തിട്ട് അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് നോക്കി പോകാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്ന ഒരു ടെക്സ്റ്റ് ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ. അതിനകത്ത് നിന്ന് ഈ ചാപ്റ്റേഴ്സിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് കുറച്ചൊക്കെ ഒന്ന് ചെയ്ത് നോക്കാം. കുറെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം. നെക്സ്റ്റ് നോക്കിയേ. നോക്കിയേ, ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഓരോ പോയിന്റ്സ് ആണ് ചോദിച്ചാ. When transporting a patient on a stretcher, which direction should their feet be pointing? Questions മനസ്സിലാവില്ലേ വായിക്കുമ്പോ? When transporting a patient on a stretcher, which direction should their feet be pointed? ഏത് ഡയറക്ഷനിലായിരിക്കണം ഫീറ്റ്? നോക്കിയേ, ഓപ്ഷൻ എ ഫീറ്റ് ഫസ്റ്റ്. Option B, head first. Option C, to the side. Option D, upwards. ഏതാ പറഞ്ഞത്? ഫീറ്റ് എങ്ങനെയായിരിക്കണം? പോയിന്റ് ചെയ്യണം എങ്ങനെയായിരിക്കണം? ഫീറ്റ് ഏത് വശം നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ, നമ്മൾ എന്താണ് സ്ട്രക്ചറില് പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ ഏതായിരിക്കണം ഫസ്റ്റ് പോകേണ്ടത്? ഏതായിരിക്കണം? ഏതാ? ഫീറ്റ് അല്ലേ? കാൽ ഭാഗം അല്ലേ ഫ്രണ്ടിൽ പോകണ്ടെന്ന് പറഞ്ഞത്? ആ ട്രാൻസ്പോർട്ടിങ്ങിൽ ഉണ്ടല്ലോ. നോക്കിയേ, ആ സേഫ്റ്റി ഇൻ ട്രാഫിക്കിൽ കണ്ടോ? ട്രാൻസ്പോർട്ടിംഗ് എന്ന് പറഞ്ഞ പോയിന്റിൽ നോക്കിയേ, ട്രാൻസ്പോർട്ട് പേഷ്യൻസ് ഫീറ്റ് ഫസ്റ്റ്. കണ്ടോ ആ പോയിന്റ്സ്? കണ്ടോ നിങ്ങള്? പോയിന്റ് നോക്കിയേ, ട്രാൻസ്പോർട്ട് പേഷ്യന്റ് ഫീറ്റ് ഫസ്റ്റ്, ഹാവ് ആൻ അസിസ്റ്റന്റ് ഗൈഡ് അറ്റ് ദ ഫ്രണ്ട്. ഒരു അസിസ്റ്റന്റ് ഗൈഡ് ഫ്രണ്ടിൽ ഉണ്ടാവണം. പേഷ്യൻസിന് ഫീറ്റ് ആയിരിക്കണം ആദ്യം പോകേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. If a liquid spill on the floor, the first step is to dash. If a liquid spills on the floor, the first step is to dash. First step എന്താണ്? ഒരു ഫ്ലോറിൽ എന്തെങ്കിലും ലിക്വിഡ്സ് സ്പിൽ ചെയ്യുകയാണെങ്കിൽ, വീഴൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ എടുക്കേണ്ട നടപടി എന്തൊക്കെയാ? ഓപ്ഷൻ എയിൽ നോക്കിയാൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ശ്രദ്ധിച്ച് കേൾക്കാട്ടോ. വെയിറ്റ് ഫോർ ഇറ്റ് ടു ഡ്രൈ. വെയിറ്റ് ഫോർ ഇറ്റ് ടു ഡ്രൈ. അത് ഉണങ്ങുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. രണ്ടാമത്തെ നോക്കിയേ, ബ്ലോക്ക് ഓഫ് ദ ഏരിയ. ആ ഏരിയ ബ്ലോക്ക് ചെയ്യണം. വേറെ ആരും അങ്ങോട്ടേക്ക് പോവാതെ നമ്മൾ ആ ഏരിയ ബ്ലോക്ക് ചെയ്യണം. ഓപ്ഷൻ സി, കവർ ഇറ്റ് വിത്ത് എ റഗ്. കവർ ചെയ്യണമെന്ന്. ആ സ്പിൽ ചെയ്ത ഏരിയ കവർ ചെയ്യണം.
Then option ഡിയില് walk around it, അതിന്റെ ചുറ്റും നടക്കണം. എന്താ ചെയ്യണ്ടേ? ലിക്വിഡ് വീഴുവാണെങ്കിൽ ബ്ലോക്ക് ഓഫ് ദ ഏരിയ അല്ലെ? ഏതാണ്? ഓപ്ഷൻ എ ആണ്. അല്ല സോറി, ഓപ്ഷൻ ബി ആണ്. എന്താ ചെയ്യണ്ടേ? ആ ഏരിയ ബ്ലോക്ക് ചെയ്യണമെന്നല്ലേ നമ്മൾ പഠിച്ചത്? അത് ക്ലീൻ ചെയ്യുന്നത് വരെ എന്ത് ചെയ്യണം? ആ ഏരിയ ബ്ലോക്ക് ചെയ്യണം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ബ്ലോക്ക് ഓഫ് ദ ഏരിയ. ബ്ലോക്ക് ഓഫ് ദ ഏരിയ. How should broken glass be collected? How should broken glass be collected? നമ്മൾ പറഞ്ഞില്ലേ പൊട്ടിപ്പോയ ഗ്ലാസുകൾ കളക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാ നോക്കിയേ? ഓപ്ഷൻ എയില് വിത്ത് bare fingers. ഓപ്ഷൻ ബിയില് യൂസിങ് എ ബ്രഷ് ആൻഡ് എ പാൻ. നമ്മൾ പഠിച്ചത് ഏതാണെന്ന് നോക്കണം കേട്ടോ. നമ്മുടെ ടെക്സ്റ്റില് നമ്മൾ പഠിച്ചത് ഏതാണ്, ആ ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. യൂസിങ് എ ബ്രഷ് ആൻഡ് എ പാൻ by kicking it to a corner. കോർണറിലേക്ക് തട്ടി ഇടണം. വിത്ത് എ ഓപ്ഷൻ ഡിയില് വിത്ത് എ വാക്വം ക്ലീനർ. നമ്മൾ ഏത് ഓപ്ഷനാ പഠിച്ചത്? പൊട്ടിപ്പോയ ഗ്ലാസ് എങ്ങനെ പറക്കണം എന്നാ നമ്മൾ പറഞ്ഞിട്ട്. അതെങ്ങനെ ക്ലീൻ ചെയ്യണം? ഏതാണ് അർജുന? ശരി, കറക്റ്റ് ആണ് കേട്ടോ അർജുൻ. ഓപ്ഷൻ ബി. ഓക്കെ, ഓപ്ഷൻ ബി ആണ് യൂസിങ് എ ബ്രഷ് ആൻഡ് പാൻ. ഓക്കെ, ബ്രഷും പാനും ഉപയോഗിച്ചിട്ട് നമ്മൾ ആ പൊട്ടിപ്പോയ ഗ്ലാസുകൾ കളക്ട് ചെയ്യണമെന്നാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് നോക്കിയേ. നോക്കിയേ, a small shock or sparking from a electrical outlet is a sign of dash. അത് എന്തിന്റെ സൈനാ കാണിക്കണേന്ന് കേട്ടോ. A small shock or sparking, അത് എന്തിന്റെ സൈൻ ആണ് കാണിക്കണേ? ഓപ്ഷൻ എ നോർമൽ ഓപ്പറേഷൻ, ഓപ്ഷൻ ബിയില് ലോ പവർ, ഓപ്ഷൻ സിയില് ആൻ അർജന്റ് വാർണിംഗ്, ഓപ്ഷൻ ഡിയില് എ പവർ sugar. ഏതാണ്? ഓപ്ഷൻ എയില് നോർമൽ ഓപ്പറേഷൻ. ഏതാണ് കാണിക്കണേ? നമ്മൾ പറഞ്ഞല്ലോ എ സ്മോൾ ഷോക്ക് ഓർ സ്പാർക്കിംഗ് എന്തിനെ കാണിക്കുന്നു? എന്താണ്? അർജന്റ് വാർണിംഗ്. അത് കേടാന്ന് കാണിക്കുന്ന ഒരു വാർണിംഗ് ആണ് അല്ലെ? ഓപ്ഷൻ സി ആണ് ആൻ അർജന്റ് വാർണിംഗ്. ആൻ അർജന്റ് വാർണിംഗ്. Why should there be separate entry and exit points? നമ്മൾ പറഞ്ഞില്ല പ്രത്യേകം എൻട്രി എക്സിറ്റ് പോയിന്റ്സ് കൊടുക്കണം പേഷ്യൻസിന്, സ്റ്റാഫിന് എന്നൊക്കെ പറഞ്ഞില്ലേ? അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചേക്കണം. Why should there be separate entry and exit points? Option A to confuse people. Then option B for better control of human traffic. Option C for architectural aesthetics. Then option B to increase walking distance. എന്തിനു വേണ്ടിയാ നമ്മൾ പറഞ്ഞത് പ്രത്യേക എൻട്രി എക്സിറ്റ് പോയിന്റ്സ് എന്തിനു വേണ്ടിയാ കൊടുക്കണ്ടേ? വെരി ഗുഡ്. ഓപ്ഷൻ ബി ആണ് ഫോർ ബെറ്റർ കൺട്രോൾ ഓഫ് ഹ്യൂമൻ ട്രാഫിക്. ഓക്കെ, വെരി ഗുഡ്. പിന്നെ മോക്ക് ടെസ്റ്റുകളിലെ ക്വസ്റ്റ്യൻസ് ഇനി റിപ്പീറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചതാണല്ലോ. മോക്ക് ടെസ്റ്റുകൾ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇനി പറയല്ല കേട്ടോ. അതും കൂടിയൊക്കെ നിങ്ങൾ നോക്കിക്കോളണം. കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞുള്ളൂ. What technology is used for electronic surveillance of sensitive area? ഏത് ടെക്നോളജിയാ? ഓപ്ഷൻ എയില് റേഡിയോ, ഓപ്ഷൻ ബിയില് CCTV, ഓപ്ഷൻ സിയില് ലൗഡ് സ്പീക്കേഴ്സ്, ഓപ്ഷൻ ഡിയില് ഇന്റർകോംസ്. ഇത് ഉപയോഗിക്കണം. ഓക്കെ, വെരി ഗുഡ്. ഏതാണ്? ഏത് ടെക്നോളജിയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഏരിയകളിൽ നമ്മൾ വെക്കേണ്ടത്? CCTV. ഓപ്ഷൻ ബി ആണ് CCTV.
ഓക്കെ, അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. What should a patient use to call for a bed bath or urinal? What should a patient use to call for a bed bath or urinal? Short for a nurse. ഒന്നാമത്തെ ഓപ്ഷൻ ആട്ടോ നോക്കിയേ. നമ്മൾ ബെഡ് പാൻ അല്ലെങ്കിൽ യൂറിന് ചെയ്യാനായിട്ട് പേഷ്യന്റ് എന്താണ് ഉപയോഗിക്കേണ്ടതെന്ന്, നേഴ്സിനെ വിളിക്കാനായിട്ട് പേഷ്യന്റ് എന്താണ് ഉപയോഗിക്കേണ്ടത്? ഓപ്ഷൻ എയില് ഷൗട്ട് ഫോർ എ നേഴ്സ്, ഷൗട്ട് ചെയ്യണം. ഓപ്ഷൻ ബിയില് ദ നേഴ്സസ് കോൾ ബെൽ ഉപയോഗിക്കണം. ഓപ്ഷൻ സിയില് ദർ പേഴ്സണൽ മൊബൈൽ ഫോൺ. ഓപ്ഷൻ ഡിയില് എ ഫാമിലി മെമ്പർ. നമ്മൾ പഠിച്ചത് നോക്കാം കേട്ടോ. നമ്മൾ എന്ത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ ദ നേഴ്സസ് കോൾ ബെൽ, റൈറ്റ്? നേഴ്സസ് കോൾ ബെൽ. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ചാപ്റ്റർ നമുക്ക് നോക്കാം. രണ്ടാമത്തേത് മെറ്റീരിയൽസ് മാനേജ്മെന്റ് അല്ലേ അടുത്ത ചാപ്റ്റർ. അതിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. മോക്ക് ടെസ്റ്റുകളും കൂടി നിങ്ങളൊക്കെ ചെയ്ത് പോകണം കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻസും നോക്കണം. മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഇവിടെ ആ ഹൗസ് ലീവിന്റെ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഹൗ ഡസ് ഹൗസ് ലീവ് ഡിഫൈൻ മെറ്റീരിയൽസ് മാനേജ്മെന്റ്? ഹൗസ് ലീവ് എങ്ങനെയാണ് മെറ്റീരിയൽസ് മാനേജ്മെന്റിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? വേഗം വായിക്കാം. ഓപ്ഷൻ എയില് ദ പ്രോസസ് ഓഫ് സെല്ലിംഗ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ്. ഓപ്ഷൻ ബിയില് ദ സൂപ്പർവിഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഗുഡ്സ് സർവീസസ് ആൻഡ് എക്യുപ്മെന്റ്സ് ഫ്രം അക്വിസിഷൻ ടു ഡിസ്പോസിഷൻ. ഓപ്ഷൻ സിയില് ഓക്കെ, വെരി ഗുഡ്, ഓപ്ഷൻ ബി ആണ്. ബാക്കി ഇത് വായിക്കണ്ടല്ലോ. The act of only purchasing supplies. Option D, the financial accounting of all hospital assets. ഇനി നോക്കിയേ, പിന്നെ അതുപോലെ തന്നെ ലീഡ് ടൈം. വാട്ട് ഈസ് ലീഡ് ടൈം? Okay, related to purchasing. നമുക്ക് ആ ഡെഫിനേഷനില്ലേ അതാ കൊടുത്തേക്കുന്നത് കേട്ടോ. ഓപ്ഷൻ എയില് നോക്കിയേ, ദ ടൈം വിച്ച് ടേക്ക് ടു നെഗോഷിയേറ്റ് എ കോൺട്രാക്ട്. ദെൻ ഓപ്ഷൻ ബിയില് ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ആൻ ഐറ്റം ആൻഡ് റിസീവിംഗ് ഇറ്റ്. ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, ലീഡ് ടൈം ആണ്. ഓപ്ഷൻ ബി നോക്കുക, ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ആൻ ഐറ്റം ആൻഡ് റിസീവിംഗ് ഇറ്റ്. ഓപ്ഷൻ സിയില് ദ ടൈം a product can be stored on a shelf. Option D, the time it takes to get approval for the purchase. ഏതാ ലീഡ് ടൈം എന്ന് പറഞ്ഞേ? ലീഡ് ടൈം, ലീഡ്. ഓക്കെ, ഓപ്ഷൻ എന്താണ്? നമ്മൾ പഠിച്ചില്ലയോ ലീഡ് ടൈം എന്താ? ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ആൻ ഐറ്റം ആൻഡ് റിസീവിംഗ് ഇറ്റ്. ഒരു ഐറ്റം ഓർഡർ ചെയ്യുന്നത് മുതൽ അത് നമുക്ക് റിസീവ് ചെയ്യാൻ എടുക്കുന്ന വരെയുള്ള ടൈം, അതാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ആ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ. ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ആൻ ഐറ്റം ആൻഡ് റിസീവിംഗ് ഇറ്റ്. What is the first phase in the process of negotiation? What is the first phase in the process of negotiation? Option A നോക്കിയേ, meeting phase. Option B, post negotiation phase. Option C, pre negotiation phase. Option D, agreement phases. ഏതാ? What is the first phase in the process of negotiation? ഞാൻ ഷെയർ ചെയ്ത് തരാം. നോക്കിയ ടെക്സ്റ്റ് വേഗം വായിച്ചു നോക്കി. ആ ഫേസുകൾ അവിടെ ചോദിച്ചേക്കണേ.
10th ചാപ്റ്റർ അല്ലേ നമ്മുടെ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. ഔസ്ലിയുടെ ഡെഫിനിഷൻ ആദ്യം കൊടുത്തിട്ടുണ്ട്. 10th ചാപ്റ്റർ. നെഗോഷിയേഷൻ എടുത്തേ. പർച്ചേസിംഗ് ഒബ്ജക്റ്റീവ്സ്, 3 type of purchase, negotiation, objectives, process of negotiation. First phase ഏതാ? Okay, പ്രീ നെഗോഷിയേഷൻ ഫേസ് അല്ലെ? നെഗോഷിയേഷന് മുന്നുള്ള ഘട്ടം. രണ്ടാമത്തെ ഫേസ് ആണ് മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ്. മൂന്നാമത്തെ ഫേസ് ആണ് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ് ഫസ്റ്റ് ഫേസ്? ഏതാ ഓപ്ഷൻ? ഒന്നാമത് ഞാൻ ഓപ്ഷൻ വായിക്കാം കേട്ടോ. മീറ്റിംഗ്, ഓപ്ഷൻ എയില് മീറ്റിംഗ് ഫേസ്, ഓപ്ഷൻ ബിയില് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, ഓപ്ഷൻ സിയില് പ്രീ നെഗോഷിയേഷൻ ഫേസ്, ഓപ്ഷൻ ഡിയില് എഗ്രിമെന്റ് ഫേസ്. ഇനി പറഞ്ഞേ. ഓക്കെ, ഇതാണ് ഓപ്ഷൻ സി അല്ലേ? പ്രീ നെഗോഷിയേഷൻ ഫേസ്. ഓക്കെ, വെരി ഗുഡ്. പ്രീ നെഗോഷിയേഷൻ ഫേസ്. What is a purchase requisition? ശ്രദ്ധിച്ചോട്ടോ, ഓപ്ഷൻസ് ഞാൻ വായിക്കാം. പർച്ചേസ് റിക്വസിഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എയില് നോക്കിയേ, എ ഡോക്യുമെന്റ് സെന്റ് ഫ്രം ദ സപ്ലയർ ടു ദ ഹോസ്പിറ്റൽ. ഓപ്ഷൻ ബിയില് എ ലീഗൽ കോൺട്രാക്ട് ഫോർ ആൻ ഓർഡർ. ഓപ്ഷൻ സിയില് എ റിക്വസ്റ്റ് സെന്റ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് to the purchasing department. Option D, the final bill for goods received. Ida purchase requisition. Okay, option C aanale. Oru confusion venda. A request is sent from a user department to the purchasing department. That is purchase requisition. Okay. പിന്നെ അതുപോലെ തന്നെ അടുത്തതില് പർച്ചേസ് ഓർഡറും ചോദിച്ചിട്ടുണ്ട് അവിടെ. വാട്ട് ഈസ് എ പർച്ചേസ് ഓർഡർ? ആൻ ഇന്റേണൽ റിക്വസ്റ്റ് ഫ്രം ആൻ ഐറ്റം. ഓപ്ഷൻ എ ആട്ടോ. ഓപ്ഷൻ ബിയില് കമ്പാരിസൺ ഓഫ് ഡിഫറെന്റ് സപ്ലയർ പ്രൈസസ്. ഓപ്ഷൻ സിയിലെ ലീഗൽ ഡോക്യുമെന്റ് ഫ്രം ദ ബയർ ടു ദ സപ്ലയർ ടു ഓർഡർ ഗുഡ്സ്. ഓപ്ഷൻ ഡിയില് എ നോട്ട് കൺഫേമിംഗ് ഗുഡ്സ് ഹാവ് ബീൻ റിട്ടേൺഡ്. ഏതാ? ലീഗൽ ഡോക്യുമെന്റ് അല്ലേ? ബയർ ടു ദ സപ്ലയർ. ഓക്കെ, വെരി ഗുഡ്. അതായത് കറക്റ്റ് ഓപ്ഷൻ സി തന്നെയാണ് കേട്ടോ. ലീഗൽ ഡോക്യുമെന്റ് ഫ്രം ദ ബയർ ടു ദ സപ്ലയർ ടു ഓർഡർ ഗുഡ്സ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. Which inventory system is based on ordering fixed quantities at different intervals? Which inventory system is based on ordering fixed quantities at different intervals? Option A, cyclical order system. Option B, tubing system. Option C, fixed quantity system. Option D, periodic review system. Eda option C ആണ്. Okay, very good. Fixed quantity system ആണ്. Codification is the process of dash. Option A, okay, storing items in the correct location. Option B, representing each item by the number of alphabet. Then option C, counting all the item in the inventory. Option D, disposing of expired material. Eda codification എന്ന് പറഞ്ഞാ ഓപ്ഷൻ ബി ആണ് അല്ലെ? കറക്റ്റ്, വെരി ഗുഡ്. റെപ്രസെന്റിങ് ഈച്ച് ഐറ്റം ബൈ എ നമ്പർ ഓഫ് ആൽഫബറ്റ്. അങ്ങനെയല്ലേ? നമ്പറിലോ ആൽഫബറ്റിലോ ഓരോ ഐറ്റം റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏതെന്ന് പറയുന്നത്? കോഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
What does BED stands for? BED ആട്ടോ, ശ്രദ്ധിച്ചു നോക്കാം. BED. What is BED stands for? Value, efficiency, durability. Option B, vendor, inquiry, delivery. Then option D, vital, essential, and desirable. Then option D, very, extremely, and dangerously. Very good. Arjun ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അർജുൻ, സുമ, നിമിഷൊക്കെ എല്ലാത്തിനും ആൻസർ വേഗം ഇട്ടിട്ട്. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഏതാണ് BED നമ്മൾ പറഞ്ഞത്? വൈറ്റൽ ഐറ്റം, എസെൻഷ്യൽ ഐറ്റം, ഡിസറബിൾ ഐറ്റം അല്ലെ. ഏതാണ്? വൈറ്റൽ, എസെൻഷ്യൽ, ഡിസറബിൾ. വെരി ഗുഡ്. പിന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഞാനപ്പോ അതിന് ഇതിനകത്ത് ഈ ചാപ്റ്ററിൽ നിന്നുള്ളത് ഇത് തെരഞ്ഞുപിടിച്ച് തന്നതാണ് കേട്ടോ. പിന്നെ SLAയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. SLA സ്റ്റോക്ക് ലെവൽ എഗ്രിമെന്റ്, സർവീസ് ലെവൽ എഗ്രിമെന്റ്, സപ്ലയർ ലൈബിലിറ്റി അറേഞ്ച്മെന്റ്, സേഫ് ലോഡിംഗ് ഏരിയ. സർവീസ് ലെവൽ എഗ്രിമെന്റ്. ഓക്കെ, വെരി ഗുഡ്. സർവീസ് ലെവൽ എഗ്രിമെന്റ്. There, 78. Which codification system is a combination of alphabetical and numerical system? Which codification is a combination of alphabetical and numerical system? Option A, decimal system. Option B, Kodak system. Option C, alphanumerical system. Option D, BRISC system. ഏതാ? ആൽഫബറ്റിന്റെയും ന്യൂമറലിന്റെയും കോഡിഫിക്കേഷൻ കോമ്പിനേഷൻ ഏതാ? alphanumerical system. Okay, very good. Option C ആണ് correct. alphanumerical system. ഓക്കെ, അത്രയൊക്കെയാണ് അതിനകത്തുള്ളത്. പിന്നെ ഇതിന്റെ ഒരു ചാപ്റ്റർ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. The word administrator originated from which language? The word administrator originated from which language? ഏത് ലാംഗ്വേജിൽ നിന്നാണ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞ വേർഡ് ഒറിജിനേറ്റ് ചെയ്തേക്കുന്നത്? ഗ്രീക്ക്, ഫ്രഞ്ച്, ലാറ്റിൻ. ഓപ്ഷൻ ഡി ഇംഗ്ലീഷ്. ഓപ്ഷൻ സി ആണ്, ലാറ്റിൻ വേർഡ് ആണ് അല്ലെ. ഓപ്ഷൻ സി. ഓക്കെ. പിന്നെ അതുപോലെ ഞാൻ ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. അതായത് ഡെഫിനിഷൻ തന്നിട്ട് ഹുസ് ഡെഫിനിഷൻ, ഹു ഡിഫൈൻഡ്, അങ്ങനെ ചോദിച്ചേക്കണം കേട്ടോ. ഒന്ന് നോക്കിയേ. ഹു ഡിഫൈൻഡ് administration as getting things done with the fulfillment of objectives already defined. Who defined administration as getting things done with the fulfillment of objectives already defined? Option A, Herbert A. Simon. Option B, Luther Gulick. Option C, Peter Drucker. Then option D, Henry Fayol. ആരാണ് ഡെഫിനിഷൻ പറഞ്ഞത്? ഇത് ലൂതർ ഗള്ളിക്ക്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ലൂതർ ഗള്ളിക്ക്. In smaller hospitals, single administrator may be in charge of. Option A, only the financial department. Option B, only one department. Then option C, a number of departments or the entire hospital. Option D, only public relation.
ചെറിയ ഹോസ്പിറ്റലാണെങ്കിൽ നമ്മൾ സിംഗിൾ അഡ്മിനിസ്ട്രേറ്റർ പല ഡിപ്പാർട്ട്മെന്റുകളെയും അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെയും മുഴുവനെയും മാനേജ് ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾ മെസ്സേജ് ചെയ്ത ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. എ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ എൻറ്റയർ ഹോസ്പിറ്റൽ. പിന്നെ അതിനകത്ത് നമുക്ക് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡസ് പി in the acronym POSCOPE stands for. പോസ്കോപ്പില് പി എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻ എ നോക്കിയേ. അതെ, ഇവിടെ ഇതിന്റെ ആവശ്യമില്ല. ഓപ്ഷൻ പോലും വേണ്ട. ആൻസർ കറക്റ്റ് ആവശ്യം പെട്ടെന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ വിഷയമൊക്കെ ഇട്ടുണ്ട്. ഓപ്ഷൻ എയിലെ പ്രൊസീജിയർ, ഓപ്ഷൻ ബിയിലെ പോളിസി, ഓപ്ഷൻ സിയിലെ പ്ലാനിങ്, ഓപ്ഷൻ ഡിയിലെ പേഴ്സൺ. ഏതാ പോസ്കോപ്പിലെ പി പ്ലാനിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി അത് മൊത്തം പറയണ്ടല്ലോ. അതിൽ ഓരോ ലെറ്റേഴ്സിന്റെയും ക്വസ്റ്റ്യൻ ഇവിടെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. ഇനിയിപ്പോ ഞാൻ അത് ഓരോന്നും വായിക്കണ്ട കേട്ടോ. ഓരോ ലെറ്റേഴ്സ് എന്തിനാ സൂചിപ്പിക്കുന്നു എന്നുള്ളത്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. The process of designing a plan to spend money is called a dash. The process of designing a plan to spend money is called a dash. Option A le planning, option B le organizing, option C le budgeting, option D le reporting. Okay. The process of designing a plan to spend money. Option C are budgeting. Okay, very good. Which of the following is an example of an interpersonal role of an administrator? ഏതാണ് ഇന്റർപേഴ്സണൽ റോളിൽ വന്ന എക്സാമ്പിൾ എന്നാ ചോദിച്ചേക്കണേ. ഓപ്ഷൻ എയിലെ മോണിറ്റർ, ഓപ്ഷൻ ബിയിലെ സ്പോക്ക് പേഴ്സൺ, ഓപ്ഷൻ സിയിലെ ലിയേസൺ, ഓപ്ഷൻ ഡിയിലെ എന്റർപ്രീനിയർ. ഇന്റർപേഴ്സണൽ റോളിൽ വന്നത് ഓപ്ഷൻ ഡി ലിയേസൺ. നല്ലൊരു ബന്ധമുള്ള ആളായിരിക്കണം അല്ലെ. നോക്കിയേ, ഇവിടെ ഒരു എബിലിറ്റി പറഞ്ഞേക്കാൻ. The ability to work well with the other people is known as. The ability to work well with the other people is known as. Option A technical skill, option B human skills, option C conceptual skills, option D decisional skill. ഏതാ വന്നേ? ഹ്യൂമൻ സ്കിൽ. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനുള്ള അല്ലെ ഇത് ഏതാണ്? ഹ്യൂമൻ സ്കില്ലിൽ വരുന്നതാണ്. A hospital administrator must oversee the systematic delivery of dash. Mail services, option B food services, option C medical services, option D none of the above. Option C medical services. Okay. അടുത്ത നോക്കിയേ, സിഇഒയുടെ എക്സ്പാൻഡഡ് ഫോം ചോദിച്ചിട്ടുണ്ട്. സിഇഒ ഇൻ എ ഹോസ്പിറ്റൽ സ്റ്റാൻഡ്സ് ഫോർ. സിഇഒ ഓപ്ഷൻ എ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, ഓപ്ഷൻ ബി ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ, ഓപ്ഷൻ സി ചീഫ് എക്സ്പീരിയൻസ് ഓഫീസർ, ഓപ്ഷൻ ഡി ചീഫ് എത്തിക്സ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് സിഇഒ. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. പിന്നെ അതുപോലെ CFOയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. CFO എന്ന് പറഞ്ഞാൽ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. അതറിയാം നിങ്ങൾക്ക്, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ. The duties of the hospital administrator differ based on the dash and the complexity of the hospital. Option A name, option B location, option C size, option D age. Size and complexity. Very good.
size and complexity of hospital. Like your question again. An effective hospital administrator should be a good dash. Comedian. Option B, artist. Option C, communicator. Option C, athletic. എന്തായിരിക്കണം? Communicator. നല്ലൊരു communicator ആയിരിക്കണം. The ability to produce new and creative ideas is a characteristic of an effective. Option A, billing specialist. Option B, hospital administrator. Option C, patient. Option D, security guard. Hospital administrator duty പറഞ്ഞിട്ടില്ലേ? Ability to produce new and creative idea is a characteristics of a hospital administrator. Okay, paper questions are in the figurehead is what type of administrative role? Option A, decisional role. Option B, informational role. Option C, interpersonal role. Option D, technical role. Figurehead Kalavan. Either role decisional, information, then interpersonal. Option C, D, technical. Hospital administration, 13th chapter. ഏതാണ് ആ റോളുകൾ നോക്കി? ഓക്കെ, ഫിഗർ ഹെഡ് ഏതിനകത്ത് തന്നെ ഏത് റോളാ നോക്കിയേ? ഇന്റർപേഴ്സണൽ റോൾസിലല്ലേ? ഫിഗർ ഹെഡ്, ലീഡർ, ലിയേസൺ. അത് മൂന്നെണ്ണം ഇന്റർപേഴ്സണൽ റോൾസിൽ തന്നെയാണ് കേട്ടോ. ഒരു നേതാവ് അല്ലൊരു ബന്ധമുള്ള ആളായിരിക്കണം. ഫിഗർ ഹെഡ് എന്ന് പറഞ്ഞാൽ തലവൻ. ഇന്റർപേഴ്സണൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ അത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അതിനകത്തുള്ളത്. ഇനി നമ്മൾ മൊഡ്യൂൾ 4 ലോണ്ടറി ആൻഡ് ലിനൻ സർവീസ് പഠിച്ചു, ദെൻ ഹൗസ് കീപ്പിംഗ് പഠിച്ചു, സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം പഠിച്ചു, ആൻഡ് ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചു. ലാസ്റ്റ് ചാപ്റ്റർ നമ്മൾ ലോണ്ടറി എടുത്തേ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അല്ലെ? ലോണ്ടറി ആൻഡ് ലിനൻ സ്പെഷ്യൽ നോക്കാം. And overview of health and hospital administration of formulas ഇതൊക്കെ നോക്കണം കേട്ടോ നിങ്ങള്. ചാപ്റ്റർ എടുക്കാം. Laundry. The laundry and the linen service typically should be located on a dash floor. First floor. Option B, ground floor. Option C, second floor. Option D, top floor. എവിടെയായിരിക്കണം എന്ന് പറഞ്ഞേ?
typically എവിടെയായിരിക്കണം ഗ്രൗണ്ട് ഫ്ലോറിൽ. Okay, option B ആണ് correct, ground floor. Which department is responsible for providing an adequate, clean and constant supply of linen to all users? Which department is responsible for providing an adequate, clean and constant supply of linen to all users? Dietary department, laundry and linen department, outpatient department, inpatient department. Clean laundry, clean and constant supply of linen എന്ന് പറയുമ്പോൾ അറിയാം laundry and linen department. The most preferred and frequently used material is dash. Cotton. Option B rayon. Cotton. പിന്നെ PPE expanded form, personal protective equipment. പിന്നെ അടുത്തത് dash is a type of linen has been used in patient care, but is not apparently tainted. Option A soiled linen, option B infected linen, option C used linen, option D theatre linen. Dash is a type of linen, used linen. So used ആണ്. Okay, is a type of linen that has been used. അപ്പൊ തന്നെ അറിയാലോ. But not apparently patients ഉപയോഗിച്ചതാണ്. പക്ഷെ നേരെ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അത് അത്രയും മലിനമല്ല. ഏതാ used linen ആണ് കേട്ടോ, used linen. Every hospital need to have dash set of linen for each bed. എത്ര സെറ്റ് ലിനൻ വേണമെന്നാ പറഞ്ഞാണ്? 4, 6, 10, 15. 6 സെറ്റ് ലിനൻ വേണം. ഓക്കെ, പിന്നെ ഏതാണ് സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം. മെഡിക്കൽ ഗ്യാസ് ഹൗസ് കീപ്പിംഗ് ഉണ്ട് അല്ലെ? ഹൗസ് കീപ്പിംഗ് on overview, centralized medical gas system. ടെക്സ്റ്റില് പല സ്ഥലത്തൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. Okay, housekeeping. Okay. Housekeeping service, otherwise called a dash. Option A sanitation service, option B environmental service, option C material service, option D office service. Housekeeping service, otherwise called environmental service. In housekeeping service, organogram has mainly dash level. Etra level ഉണ്ട്? 1, 2, 3, 4. 3 ലെവലുകൾ അല്ലെ? ഓക്കെ. പിന്നെ expand SOP. SOP, the standard operating procedure. Standard operating procedure. Which of the following is a responsibilities of housekeeping manager? Housekeeping manager responsibility include ചെയ്യാത്തത് ഏത്? Option A നോക്കിയേ, monitor all the daily operations. Option B create. Which of the following is a responsibility? Responsibility ഏതാണ് ചോദിച്ചേക്കുന്നത്? Monitor all the daily operation, create a staffing schedule, establish standards and procedure for work. Option D all of them. എല്ലാരും തന്നെയല്ലേ? Responsibility തന്നെയാണ് all of them. Questions repeat.
പിന്നെ മെഡിക്കൽ ഗ്യാസില് നമുക്കറിയാം ഓരോ ഗ്യാസുകളും ആദ്യത്തെ ആ ഒരു പേജൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഒന്നാമത്തെ രണ്ടാമത്തെ പേജിലൊക്കെ ഓരോ ഗ്യാസുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണേ, അതിന്റെ കളർ കോഡുകൾ നോക്കണം. അതൊക്കെയാണ് ആ ഒരു സെറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Which metal is used to make pipes in centralized medical gas system? Option A is zinc, option B is silver, option C is copper, option D is iron. ഏത് ഉപയോഗിക്കണം പറഞ്ഞേക്കണേ പൈപ്പ് ഉണ്ടാക്കാൻ? കോപ്പർ. ഇനി അടുത്തത്, which gas is known as laughing gas? Which medical gas is known as laughing gas? Nitrous oxide, then option B carbon dioxide, option C sulfur dioxide, option D carbon monoxide. ഏതാ? nitrous oxide ആണ്. പിന്നെ അടുത്തത് MSDS ചോദിച്ചിട്ടുണ്ട്. മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്. ഡാഷ് ഈസ് ദ കളർ കോഡ് ഓഫ് ഓക്സിജൻ ഗ്യാസ്. Dash is the color code of oxygen. Oxygen color code blue, white, yellow, black. Okay, white ആണ് കേട്ടോ. White. പിന്നെ ഓവർവ്യൂ ഓഫ് ഹെൽത്ത് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. അതിനകത്ത് നിങ്ങള് ഇതൊക്കെയാണ് മോർട്ടാലിറ്റി റേറ്റ്, അതിന്റെയൊക്കെ ഫോർമുലാസ് ഒക്കെ, നെറ്റ് മോർട്ടാലിറ്റി റേറ്റ് അതൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, researchers will use a dash to collect information about a population sample. Researchers will use dash to collect the information about a population sample. Option A is survey methodology, option B is published sources, option C is checklist, option D is none of the above. എന്താ ഉപയോഗിക്കുന്ന? റിസർച്ചേഴ്സ് വിൽ യൂസ് എന്ത് മെത്തേഡാ പറഞ്ഞേ? സർവേ മെത്തേഡ് അല്ലേ? സർവേ മെത്തഡോളജി. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. മോർട്ടാലിറ്റി റേറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡാഷ്. ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ്, പോപ്പുലേഷൻ റേറ്റ്, ഇന്റൻസിറ്റി റേറ്റ്. ഡെത്ത് റേറ്റ്. ഓപ്ഷൻ ബി ആണ് ഡെത്ത് റേറ്റ്. പിന്നെ അടുത്ത ഫോർമുല ചോദിച്ചിട്ടുണ്ട് കേട്ടോ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് മോർട്ടാലിറ്റി റേറ്റ് ഈക്വൽ total population divided by number of deaths into 1000 divided by 365, number of patient deaths divided by total population into 1000 by divided by 365, number of deaths into total population into 1000 all divided by 365. Option D is none of the above. ഏതാ കറക്റ്റ് ഫോർമുല? മോർട്ടാലിറ്റി റേറ്റിന്റെ നമ്പർ ഓഫ് ഡെത്ത്. ഏതാ? നമ്പർ ഓഫ് ഡെത്ത് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ. ഡിവൈഡ് ആട്ടോ. ഓപ്ഷൻ സിയിലാണ് ഞാൻ ഇൻഡു വായിച്ചത്. ഡിവൈഡ് ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. നമ്പർ ഓഫ് ഡെത്ത്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ 365. ഇൻറ്റു അവിടെ ഡിവൈഡ് ആണ്, ഇൻറ്റു അല്ല. പിന്നെ അതുപോലെ തിരിച്ച ഫോർമുല തന്നിട്ട് എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. The total number of deaths that occurred after 48 hours of admission of the patient divided by total number of deaths and discharges during that period into 100. Option A is gross mortality rate, option B is ICU specific mortality rate, option D is net mortality rate, option D is none of the above. എവിടെയാ? നെറ്റ്. ഓക്കെ, വെരി ഗുഡ്. നെറ്റ് മോർട്ടാലിറ്റി റേറ്റ്. ഇത്രയൊക്കെയാണ് നമ്മള്. പിന്നെ അടുത്തത് പ്രീവാലൻസ്, അതൊക്കെ നോക്കണം കേട്ടോ. ഡാഷ് ഈസ് ദ നമ്പർ ഓഫ് ലേറ്റലി ഡയഗ്നോസ്ഡ് കേസസ് ഓഫ് എ ഡിസീസ്.
പിന്നെ അതിനകത്തില്ലേ നമ്മുടെ ആ ടേബിള് അത് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ഫാക്ടർ ഇൻക്രീസിങ് ഫാക്ടർ അഫക്റ്റിംഗ് ട്രേഡ് ബാലൻസ്, അതുപോലെ ഡിക്രീസ് ചെയ്യുന്നത്, അതൊക്കെ ആ ടേബിള് നോക്കിയോളൂ കേട്ടോ. അതിന് ഇൻക്ലൂഡ് ചെയ്തത് ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്നൊക്കെ ചോദിക്കാം. ഓക്കെ, അത്രയൊക്കെയാണ് ചാപ്റ്ററിൽ ഉള്ളത്. അപ്പൊ ജസ്റ്റ് ഒന്ന് എല്ലാ ചാപ്റ്ററിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഓവറോൾ ഒന്ന് വായിച്ചു പോയിട്ടുണ്ട്. തേർഡ് ആൻഡ് ഫോർത്ത് മൊഡ്യൂളിന്റെ എക്സാം ആണ് ആദ്യം നിങ്ങൾക്ക് വന്നത്, അതിനുശേഷമാണ് മെയിൻ എക്സാമുകൾ വന്നത്. ഓരോ പേപ്പർ വൈസ് ആയിരിക്കും. അപ്പൊ കറക്റ്റ് ആയിട്ടൊക്കെ ഇരുന്ന് പഠിക്കാം, ഉള്ള സമയമൊക്കെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ? എല്ലാവർക്കും എന്താ പറയാ, നല്ലൊരു ബാച്ച് തന്നെയായിരുന്നു കേട്ടോ നിങ്ങളുടെ. പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന ബാച്ചുകളാവുമ്പേ നമുക്ക് പോർഷൻസ് പെട്ടെന്ന് തീരും. നിങ്ങളും എന്റെ ഒപ്പം പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് പോന്നു. പിന്നെ നിങ്ങളോട് ഈ ഓൺലൈൻ നമ്മളിപ്പോ കുറെ കുട്ടികൾ അവിടെ റെക്കോർഡ് ക്ലാസ് കാണുന്നത് കൊണ്ട് നമുക്കിവിടെ നിങ്ങളോട് അങ്ങനെ ഡയറക്റ്റ് സംസാരിക്കാൻ പറ്റില്ല. നമുക്ക് സബ്ജക്റ്റിന് പുറത്തുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിങ്ങളുടെ കൂടുതൽ വിശേഷങ്ങളൊന്നും അറിയില്ല. എന്നാലും പേരുകളൊക്കെ ഓക്കെയാണ്. പേരുകളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന ബാച്ചിലാണ് നമുക്കൊരു ഓർമ്മയുണ്ടാവും. നിങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. എല്ലാവരും എന്താ ചെയ്യാ, നന്നായിട്ടിരുന്ന് നമുക്ക് കിട്ടുന്ന സമയത്തിരുന്ന് റിവിഷൻ ചെയ്ത് നോക്കുക, നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ എക്സാം എഴുതുക. ആരും ഒരു ടെൻഷൻ വേണ്ട. നമ്മൾ ടെൻഷൻ അടിച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ഇതാവുന്നത്. അപ്പൊ ഓപ്ഷൻസ് നിങ്ങൾ ശ്രദ്ധിക്കാം. നമ്മൾ പഠിച്ചതൊക്കെ തന്നെയാണ്, അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത്. നമ്മുടെ ടെക്സ്റ്റ് അത് നന്നായിട്ട് പഠിക്കുക. ഓപ്ഷൻസ് കറക്റ്റ്, ഒരു ടെൻഷൻ അടിക്കണ്ട. അപ്പൊ നിങ്ങൾ എന്റെ ആ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ എക്സാം എഴുതിയതല്ലേ, അപ്പൊ അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, അതിന്റെ ഇതാവുമ്പോ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും. ഇപ്പൊ അതിന്റെ ആവശ്യമില്ല. ക്വസ്റ്റ്യൻസ് കറക്റ്റ് വായിക്കാം, ഓപ്ഷൻസ് കറക്റ്റ് ആയിട്ട് നോക്കാം, കറക്റ്റ് ഓപ്ഷൻ ടിക്ക് ചെയ്യുക. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ പറയുകയാണ്. ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ. ഇനി കോൺവെക്കേഷൻ ഒക്കെ വരുവാണെങ്കിലും നിങ്ങളെ നേരിട്ട് കാണാം. അപ്പൊ വന്ന് ഇങ്ങോട്ട് സംസാരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അറിയാൻ പറ്റില്ല. പേര് പറഞ്ഞ് ഇപ്പൊ സൗവർണികയാണെങ്കിലും സുമ, അലൻ, നമ്മുടെ പ്രീതിയൊക്കെ എല്ലാ ക്ലാസ്സിലും, അമൽജിത്ത്, എല്ലാവരും ഇവരൊക്കെ, അർജുൻ ഒക്കെ എല്ലാ ക്ലാസ്സിലും കയറുന്നവരാണ്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എന്നോട് പറയണം. റംസീന ഒക്കെ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വന്നിട്ട് പറയണം കേട്ടോ. പേര് പറഞ്ഞ് പരിചയപ്പെടണം. നിങ്ങൾ നേരിട്ട് കണ്ടാൽ അറിഞ്ഞൂടാ. ഇവിടെ ഫുള്ള് മ്യൂട്ട് ആണല്ലോ. നിങ്ങളുടെ ഓഡിയോ വീഡിയോ ഒക്കെ ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഓക്കെ. അർജുനൊക്കെ കമ്പിട്ടുന്നുണ്ട്. അപ്പൊ വരൂല്ലേ, അർജുനൊക്കെ വരൂല്ലേ, കോൺവെക്കേഷന് വരൂല്ലേ, പ്രീതിയൊക്കെ എത്തൂല്ലേ? ഓക്കെ, സൗവർണിക വിളിച്ചിട്ട് കുറച്ച് പേര് മാത്രമേ എടുത്തോന്നുള്ളൂ. നമ്മുടെ ക്ലാസ്സിൽ കയറുന്ന കുട്ടികളെല്ലാവരും കറക്റ്റ് ആയിട്ട് കയറുന്നതാണ്. കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്ത് പോകുന്ന ഒരു ബാച്ചും കൂടിയാണ് കേട്ടോ. അത് പ്രത്യേകം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ നിങ്ങൾ ഭയങ്കര ഒരു സപ്പോർട്ടീവായിട്ട് എപ്പോഴാന്ന് വെച്ചേ റംസീന, എക്സാംസിൻ കോൺവെക്കേഷൻ ആണ്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പറയൂ കേട്ടോ. കോൺവെക്കേഷൻ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് അറിയിക്കാൻ പറ്റുന്നവരൊക്കെ ആ സമയത്ത് അപ്പൊ നമുക്ക് നേരിട്ട് കാണാലോ. ഇന്ന് ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും വീണ്ടും ഞാൻ അങ്ങോട്ട് പറയാണ്, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയ ക്ലാസ്സിലൊക്കെ കയറുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു കോഴ്സ് പഠിച്ചു. അപ്പൊ അതിന് നല്ലൊരു റിസൾട്ട് നമ്മള് ഇനി കുറച്ച് ദിവസം കൂടി ഇല്ലുള്ളൂ, എക്സാം വരെ ഇല്ലുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഫ്രീ ആയല്ലോ. അപ്പൊ പിന്നെ അതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് ഇതൊക്കെ കിട്ടി നമ്മൾ വെറുതെ ഇരിക്കാനല്ല, നിങ്ങൾ ഉടനെ തന്നെ എവിടെയെങ്കിലും ജോലിക്കായിട്ട് തന്നെ ശ്രമിക്കണം കേട്ടോ. ഹോസ്പിറ്റൽസിലൊക്കെ ആണെങ്കിലും നിങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നല്ല ക്ലാസ് ആണെന്ന് വേറെ ഉണ്ടാക്കി. താങ്ക് യു. അപ്പൊ അപ്പൊ നമ്മൾ ഇത്രയും പഠിച്ചത് അത് മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങൾക്കൊരു ഒരു ജോലി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കിട്ടട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് കോൺവെക്കേഷൻ കാണാം അല്ലെ. നിങ്ങൾക്ക് ഇപ്പൊ നാളെ ഞാനില്ലല്ലോ, ഇനിയിപ്പോ ഈ ആഴ്ച എന്റെ ക്ലാസ് വരുന്നില്ല. അപ്പൊ ഇനി നോക്കട്ടെ, ഇടയ്ക്ക് സമയം കിട്ടുവാണെങ്കിൽ വരാം, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് കാണാം കേട്ടോ. നാളെയൊക്കെ ക്ലാസ് ഉണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ വേറെ ഒന്നും ഇല്ലല്ലോ. ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. നെക്സ്റ്റ് ഇപ്പൊ തന്നെ അടുത്ത ബാച്ചിലേക്ക് കയറണേ. 11:30 ആയി. ഓക്കെ, താങ്ക് യു.